നമസ്കാരം. സർവീസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ശമ്പള പരിഷ്കരണം ആ കമ്മീഷനെ വച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അതൊരു ഉഡായിപ്പ് കമ്മീഷനാണ്. 3 മാസം അവർക്ക് ശമ്പളം കൊടുത്തു, യാതൊരു പ്രയോജനമില്ലായിരുന്നു. അവർക്ക് വലിയ ഓഫീസ് കൊടുത്തു, കമ്പ്യൂട്ടർ കൊടുത്തു, സംവിധാനങ്ങൾ കൊടുത്തു, ഒന്നും സംഭവിക്കാതെ അത് നിശ്ചലമായിരിക്കുകയാണ്. മാർച്ച് മാസത്തിലാണ് കമ്മീഷനെ വെച്ചത്. മാർച്ച് മാസത്തിൽ കമ്മീഷനെ വെച്ച് ഒരാഴ്ചക്കകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചത്. അതൊരു വലിയ ഉഡായിപ്പായിരുന്നു. ആ ഉഡായിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മൗനത്തിൽ നിൽക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തിൽ വെച്ച കമ്മീഷനെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തോടുകൂടി ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ അങ്ങനെയാണ് TOR, ടേംസ് ഓഫ് റെഫറൻസ്, MOU അതായിരുന്നു. VP ജോയ് ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള MOU. VP ജോയ് എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി ആ ഉഡായിപ്പിൽ തലവയ്ക്കാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഒരു 3 മാസക്കാലം കൊണ്ട് പിന്നെ ഇത് നടക്കുന്നതല്ല എന്ന്. അങ്ങനെ പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് ഒരു കാരണവശാലും പ്രായോഗികമല്ല എന്നറിയാത്തൊരു കാര്യം ഒരു മുൻ ചീഫ് സെക്രട്ടറി കയറി എടുക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും എടുത്തു. കമ്മിറ്റി അംഗം വെച്ചു, സിറ്റിംഗ് ഫീസ് വാങ്ങിച്ചു, കുറച്ച് പേര് അവർ പണമൊക്കെ വാങ്ങി. ഇനി ഫ്രീ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാര്യങ്ങൾ ജഗപുകയായി അത് കഴിഞ്ഞു. അതിപ്പോൾ ഡെഡ് ലൈനിൽ നിൽക്കുന്നു. അതൊരു ചത്ത ചാപിള്ളയായി നിൽക്കുന്നു. പുതിയ ശമ്പള പരിഷ്കരണം കമ്മീഷനെ വയ്ക്കണോ വേണ്ടേ എന്നുള്ളതും ഇതിനെ നീട്ടണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചും ചെറിയ ഒരു ചർച്ചയിലാണ് ഗവൺമെൻറ്. ഏകദേശം നിലവിലെ ജീവനക്കാർ 50,312 ജീവനക്കാർ 22,400 മുതൽ 33,800 രൂപ വരെ വാങ്ങുന്നവരാണ്. അവർക്കൊരു 50,000 അടുപ്പിച്ചുള്ള ശമ്പളം കിട്ടും. 1,40,000 ലക്ഷം 1.5 ലക്ഷത്തോളം വരുന്നവർക്ക് 33,801 50,000 രൂപ വരെയാണ് ശമ്പളം. അവർക്ക് 49,000 മുതൽ 72,500 രൂപ വരെ കിട്ടും. 2.22 ലക്ഷം ആളുകൾ, അതാണ് കൂടുതൽ ആളുകളും. അവർക്ക് 50,000 മുതൽ 75,000 വരെ ശമ്പളം കിട്ടും. ആ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഗസറ്റ് ഓഫീസർമാരും അവരൊക്കെ വരുന്നത്. അവർക്ക് 72,000 മുതൽ 1,08,750 രൂപ വരെ ശമ്പളം കിട്ടുന്നവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യത്യാസം വരും. സർവീസ് പീരീഡൊക്കെ ഇതൊരു ആവറേജ് കണക്കാണ് നമ്മൾ പറയുന്നത്. സർവീസ് പീരീഡൊക്കെ വെച്ചിട്ട് ഒരുപാട് വ്യത്യാസം വരും. 75,904 ആളുകളിൽ 75,001 മുതൽ 1 ലക്ഷം രൂപ വരെ, അതായത് പിന്നെ അതാണ് അവരുടെ പേ സ്കെയില്. 1,08,000 മുതൽ 1,45,000 വരെ അവർക്ക് ശമ്പളം വാങ്ങാൻ പറ്റും. 1.5 ലക്ഷം വരെ ശമ്പളം വാങ്ങാൻ പറ്റും. 32,791 പേർക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ശമ്പളമുണ്ട്. അതിനകത്താണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ ഉന്നതിയിലുള്ള പോസ്റ്റ് ഇരിക്കുന്ന, ഡയറക്ടർ റാങ്കിലൊക്കെ ഇരിക്കുന്ന, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഇരിക്കുന്നവർ 1,40,45,000 മുതൽ 2,09,000 രൂപ വരെ ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്. 3 ലക്ഷം രൂപ വരെ അവർക്ക് ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ 846 പേർ, അവർ കൂടുതലും IAS-കാരും IPS-കാരൊക്കെ ആയിരിക്കും. അവർക്ക് 2 മുതൽ 2.85 ലക്ഷം അവരുടെ സാലറി സ്കെയിലിലേക്ക് പോകുന്നത്. അവർക്ക് 2,90,000 മുതൽ 2,90,000 മുതൽ 4,13,000 രൂപ വരെ ശമ്പളം കിട്ടുന്നവരുണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്കൊക്കെ വലിയ ശമ്പളം കിട്ടുന്നവരായിരിക്കും. പിന്നെ സെക്രട്ടറിമാർ, അങ്ങനെ ശമ്പളത്തിൻ്റെ കണക്കുകളുണ്ട്. പിന്നെ അതുപോലെ വിവിധ പോസ്റ്റുകൾ അനുസരിച്ച് ശമ്പളം മാറാറുണ്ട്. എന്തായാലും ശമ്പള പരിഷ്കരണ കമ്മീഷനെ, മെയ് മാസം അവസാനിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കമുണ്ട്. 2021 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ചെലവ് 33,043 കോടിയിൽ നിന്ന് 68,852 കോടി, ഇരട്ടിയിലധികം കോടി രൂപ അപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് കൊടുക്കേണ്ടി വന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 75,319 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ചെലവ് 1 ലക്ഷം കോടിയിലേക്ക് അപ്പുറം പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 70% വരെ തുക, 70 മുതൽ 80% വരെ തുക ശമ്പളത്തിനും പെൻഷനുമാണ് പോകുന്നതെന്നാണ് ഒരു അനൗപചാരിക കണക്ക് പറയുന്നത്. ഇതിനകത്ത് തർക്കമുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അതിനകത്തൊരു കൃത്യമായ ഒരു ഡിബേറ്റ് ഉണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്തായാലും മുൻ സർക്കാരിൻ്റെ കാലത്തെ DA കുടിശ്ശിക മാത്രം 21,670 കോടി രൂപ കിടപ്പുണ്ട്. അപ്പോൾ 22,000 കോടി രൂപയുടെ DA/DR കുടിശ്ശിക തന്നെ കിടപ്പുണ്ട്. അത് കൊടുത്ത് തീർക്കുന്നതിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി എടുത്താൽ പോരെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ശമ്പള പരിഷ്കരണം നീട്ടിവെക്കാവോ എന്നുള്ള ഒരു ചർച്ചയും കൃത്യമായി ഗവൺമെൻറ്റിൽ നടക്കുന്നു. അത് പെൻഷൻ മുടങ്ങാതിരിക്കാൻ പെൻഷൻ്റെ ബാധ്യത 17,500 കോടി രൂപയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു 10,40,000 കോടി രൂപയുടെ ബാധ്യത ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു 1 ലക്ഷം കോടി രൂപയുടെ അല്ലെങ്കിൽ ഒരു 30,000 കോടി രൂപയുടെ അധിക ബാധ്യത എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരു 70,000 കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാർ എടുക്കേണ്ടി വരും. അതായത്
30,000 കോടി വരുന്ന DA/DR ബാധ്യതയും ഈ 71 ലക്ഷമായി ഇപ്പം നിൽക്കുന്നതിനെ 78,000 നിൽക്കുന്നതിനെ ഒരു 1 ലക്ഷം കോടിയായിട്ട് മാറുന്നതിൻ്റെ കഥ വരും. അപ്പോൾ ആ കഥ വരുമ്പോൾ ഒരു 70,000 കോടി രൂപയുടെ വലിയ ഒരു ബാധ്യത സർക്കാരിന് വരും. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്തിട്ട് പുതിയ ശമ്പള പരിഷ്കരണം പോയാൽ മതിയെന്നാണ് സർക്കാരിൻ്റെ ഒരു ഉപദേശം. സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം നമുക്കറിയില്ല, കാരണം ഇതൊക്കെ നയപരമായ തീരുമാനങ്ങളാണ്. ഓരോ ദിവസവും ഇപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുക്കും, KPCC തീരുമാനമെടുക്കും, UDF തീരുമാനമുണ്ടാവും, മുഖ്യമന്ത്രിയുടെ തീരുമാനം ഉണ്ടാവും, ധനമന്ത്രി ഒരാളാണ്, തീരുമാനമുണ്ടാകും. അപ്പം നമുക്കിത് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്ന് ആളുകൾ ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് കിട്ടുന്ന വിവരം, അപ്പോൾ കിട്ടുന്ന വിവരം ചൂടാറാതെ ആളുകൾക്ക് കൊടുക്കുക. നമുക്കൊരു പ്രേക്ഷകരുണ്ട് ഇതിനകത്ത്, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവരും പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നവരും വീട്ടമ്മമാരും പ്രായമായവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പത്രം വായിക്കാത്തവർ, പത്രം വായിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയുള്ള വിഭാഗത്തിലെ ആളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാം അതേപടി നടന്നില്ലെങ്കിൽ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കിട്ടുന്ന വിവരം കൊടുക്കുന്നു എന്ന് അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പുതിയ കമ്മീഷനെ സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം നടത്തി വന്നത് പിണറായി സർക്കാർ. ഫെബ്രുവരിയിലാണ് പുതിയ കമ്മീഷനെ നിയോഗിച്ചത്. 3 മാസമായിരുന്നു കാലാവധി. കമ്മീഷൻ കാലാവധി പ്രത്യേക സമിതി ശുപാർശകൾ പഠിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് തയ്യാറാക്കണം. പക്ഷേ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. സാമ്പത്തിക സ്ഥിതി കൂടി അങ്ങനെ റിപ്പോർട്ട് കൊടുത്താലും സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് നടപ്പിലാക്കുക. പക്ഷേ സമ്മർദ്ദം വരും. സ്വാഭാവിക റിപ്പോർട്ട് കൊടുത്താൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, സംഘടനകളുടെ സമ്മർദ്ദം വലുതായിട്ട് വരും. കേന്ദ്രത്തിൽ 8ാം ശമ്പള ധനകാര്യ കമ്മീഷനായിട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനായിട്ടുള്ളൂ. ഇവിടെ 12ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷനായിട്ട്. അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അവിടെ 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. ഇവിടെ ഇവിടെ 5 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. ചിലപ്പോൾ ഇത് നീണ്ടു പോയിട്ടുണ്ട്. അതാണ് ഇപ്പം ഇങ്ങനെ വർഷം വരുന്നത്. ചില വർഷം ഇപ്പോൾ 21 നടത്തേണ്ടത് 26 നടത്തിയല്ലോ. അപ്പോൾ 5 വർഷം നഷ്ടമായല്ലോ. പക്ഷേ പൈസ കൊടുക്കുമായിരിക്കും, പഴയ കണക്കാക്കി പൈസയെ കൊടുക്കുമായിരിക്കും. കാരണം എപ്പോഴും അങ്ങനെ ഒരു കുമുലേറ്റീവ് സാധനമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശമ്പള പരിഷ്കരണം നീട്ടിവെക്കുമോ എന്നുള്ളതാണ്. നടപ്പിലാക്കാതിരിക്കത്തില്ല, പക്ഷെ നീട്ടിവെക്കുമോ, അത് നീളുമോ എന്നുള്ളതാണ് ഒരു ഗൗരവമായ സർക്കാർ ജീവനക്കാരുടെ ഒരു ചർച്ച. നീട്ടിവച്ചാലും ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയാത്ത സ്ഥിതിയിലാണ് പ്രതിപക്ഷമുള്ളത്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ഉടായ്പകൾ പലതുമുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷന് 3 മാസം മാത്രം കാലാവധി കൊടുത്ത കഥ, DA സമ്പൂർണ്ണമായി കൊടുക്കാത്ത കഥ, DR കൊടുക്കാത്ത കഥ, DRലെ വ്യത്യാസം കൊടുക്കാത്ത കഥ, അങ്ങനെ ഒരുപാട് കഥകളും ഒരുപാട് സങ്കട കാര്യങ്ങളും പറയാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ ജനങ്ങൾക്കുണ്ട്, ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് സമരം ചെയ്യുമെന്നറിയില്ല, സമരം ചെയ്താൽ എത്ര കണ്ട് ഏൽക്കുമെന്നും അറിയില്ല. ആ 2 വിഷയവുമുണ്ട്. ഒന്ന് സമരം ചെയ്യുമോ, ഇനി സമരം ചെയ്താൽ തന്നെ അത് ഏൽക്കുമോ? കാരണം പൊതുസമൂഹവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. എന്തായാലും ശമ്പള പരിഷ്കരണം നീട്ടുമോ, അതോ അവർക്ക് ആ കമ്മിറ്റിക്ക് കാലാവധി കൊടുക്കുമോ, പുതിയ കമ്മിറ്റി വരുമോ എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ എന്തായാലും നിശ്ചലമാണ്, ഡെഡാണ് ആ കമ്മിറ്റി. അവർ റിപ്പോർട്ടൊന്നും തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ കമ്മിറ്റി വരുമോ, വന്നാൽ കൊടുക്കുമോ, അതോ ഞാൻ ഈ പറഞ്ഞതുപോലെ 21,000 40,000 കോടി രൂപ DAയും DR ഇനത്തിൽ കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ട് അതിൽ ഉദ്യോഗസ്ഥരെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണം കുറച്ചൊന്ന് നീട്ടിവെക്കുമോ എന്നുള്ളതാണ് കൗതുകകരമായ ഒരു ചോദ്യം. നമുക്ക് കാത്തിരുന്നു കാണാം.